വിജയ് കാണിച്ചത് മോശമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം കത്തി സിനിമ ഒന്നുകൂടെ അതുപോലെ ഇറക്കുകയാണെങ്കിൽ കത്തി തീപ്പരി തീപ്പരി. അപ്പൊ നമുക്ക് ഇനിയും 3 മണിക്കൂർ യാത്രയുണ്ട് ഗൈസ് തിരിച്ചെന്തൂരിലോട്ട്. ഹലോ ഗൈസ്, ട്രാവലിംഗ് മാംഗോസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദസറയ്ക്ക് പോകുന്നു. ഡാൻസേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും ദസറയെക്കുറിച്ച്, അല്ലേ? ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും ദസറ എന്താണെന്നൊക്കെ. അപ്പം വിജയദശമി ദിവസങ്ങളിൽ അടുപ്പിച്ചുള്ള ഒരു 10 ദിവസമാണ് തമിഴ്നാട്ടിൽ തിരുച്ചെന്തൂർ, തിരുനെൽവേലി ആ ഭാഗത്തൊക്കെ ഭയങ്കര ഉത്സവമാണ് ഈ ദസറ ടൈമിൽ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിലുള്ള കുറച്ച് ഡാൻസേഴ്സിനെ അവർ വിളിക്കും. അവിടെ കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഡാൻസേഴ്സായിട്ടുള്ള ഒട്ടുമിക്ക പേർക്കും അറിയാമായിരിക്കും, കാശ് കിട്ടുന്നതിലുപരി എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു അനുഭവമായിരിക്കും ദസറയ്ക്ക് പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ദസറ. നമ്മൾ വെയിലുണ്ട്, ഒരുപാട് ഡാൻസ് ചെയ്യണം. എന്നിരുന്നാലും ആ ഒരു ദിവസം, ആ 2-3 ദിവസങ്ങളിൽ ഭയങ്കര രസമായിരിക്കും. നമുക്ക് 2 ദിവസത്തെ ദസറയാണ്. അപ്പോൾ ഞങ്ങൾ 30-ാം തീയതി പോയി 2 ദിവസത്തെ ദസറയാണ്. വീട്ടിലാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് ഇറങ്ങിയത്. വീട്ടിലാണെങ്കിൽ സ്നോയും പൂച്ചയും ഞങ്ങളുടെ മീനാക്ഷി എല്ലാം കൊണ്ട് ആകെ ഞാനൊരു എന്തൊക്കെയോ സെറ്റപ്പ് ചെയ്തിട്ടാണ് വന്നത്. അമ്മയടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫുഡൊക്കെ കൊടുക്കാൻ. അപ്പോൾ ഞങ്ങൾ നേരെ തമ്പാനൂർ പോയി. അവിടെ നിന്ന് ബസ്സിലാണ് പോകുന്നത്. തിരുച്ചെന്തൂരിലോട്ട് എപ്പോഴും ത്രൂ ബസ്സില്ല. അപ്പോൾ ഞങ്ങൾ തമ്പാനൂർ പോയി നാഗർകോവിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തിരുച്ചെന്തൂർ ബസ്സിലാണ് പോകുന്നത്. 2 ദിവസത്തെ ദസറയാണ്. അപ്പോൾ ഞാൻ 2 ദിവസം വീഡിയോക്ക് ഇടാനാണ് പ്ലാൻ. അപ്പം ദസറയും അവിടുത്തെ തിരുച്ചെന്തൂർ എന്നുള്ള ഗ്രാമത്തിൽ ഊടൻകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. അവിടുത്തെ സംഭവങ്ങളും ദസറയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരികയായിരിക്കും. ദീപചേട്ടൻ പുറത്തോട്ട് പോയിരിക്കുന്നത്, അപ്പം ഇൻട്രോ എടുക്കണം. അതായത് ഞാനിങ്ങനെ വന്ന് എടുക്കുന്നേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വെൽക്കം ടു ട്രാവലിംഗ് മാംഗോസ്. അപ്പൊ നമ്മൾ ദസറയ്ക്ക് പോകാൻ വേണ്ടി നമ്മൾ തമ്പാനൂർ എത്തി. ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ജിങ്കയുണ്ട്, പിന്നെ ജയറാമിന്റെ കുട്ടി രൂപം. എടാ നിന്റെ പേരെന്താണ്? അനന്തൻ. അപ്പൊ ഓരോരുത്തരായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. മന്ദബുദ്ധി അഞ്ജലി എത്തിയിട്ടുണ്ട്. നമ്മളെ വ്ളോഗിലെ സ്ഥിരം മന്ദബുദ്ധിയാണ് സൂര്യ. ഇതാണ് കേട്ടോ അമർനാഥ്. എടാ നിനക്ക് വേറെ വല്ലതും പേരുണ്ടോ? അമർനാഥ് അല്ലാതെ വേറെ വല്ലതും പേരുണ്ടോ? അപ്പുകുട്ടൻ. അപ്പൊ ഇത് അപ്പുകുട്ടൻ മതി കേട്ടോ. ഈ അമർനാഥ് പാട് ഭയങ്കര. കിളിര എവിടെ പോണു ഗൈസ്? അപ്പൊ നമ്മള് ബസ് കയറി ഗൈസ്. സീറ്റിനടി വെച്ച് എല്ലാവർക്കും സീറ്റ്. അപ്പൊ ഗൈസ് നമ്മൾ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ്. തിരുനെൽവേലിയിൽ എത്തിയിരിക്കുകയാണ്. സോറി ഗൈസ്, നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര തിരക്കുണ്ട്. എല്ലാരും ഇങ്ങനെ നടന്ന് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനിയും 3 മണിക്കൂർ യാത്രയുണ്ട് ഗൈസ് തിരിച്ചെന്തൂരിലോട്ട്. അങ്ങനെ നമ്മളെ കൊടി വെച്ച കാർ എത്തിയിരിക്കുകയാണ്. ഹലോ ഹലോ. നല്ലതായിട്ടിരിക്കുന്നു. ബസ്സുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്ന് ലേറ്റായി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് നാഗർകോവിലിൽ നിന്ന് തിരുച്ചെന്തൂർ ബസ് കയറാനായിരുന്നു പ്ലാൻ. അങ്ങനെ ലേറ്റ് ആയപ്പോഴത്തേന് ഞങ്ങളൊരു വണ്ടി അറേഞ്ച് ചെയ്ത്, നമ്മുടെ കൊടി വെച്ച വണ്ടി ജനീഷ് ബ്രോ ആണ് കേട്ടോ അറേഞ്ച് ചെയ്തത്.
നമ്മള് ദസറയ്ക്ക് ഇവിടെ എത്തി, കൂടംകുടിയിലെത്തി. നമുക്ക് ദോശയും സാമ്പാറും കഴിച്ചു. നല്ല അടിപൊളി ദോശ. വന്നതും അബിക്ക് പണി കിട്ടി. ഇപ്പം സത്യം പറഞ്ഞാൽ അബിക്ക് വന്നതുകൊണ്ടല്ല, അവർ തന്നെ 2-3 ദിവസം കൊണ്ടേ സുഖമില്ലായിരുന്നു കേട്ടോ. ഭയങ്കര വോമിറ്റിംഗ്. അങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പറ്റി കേട്ടോ. നമ്മുടെ റൂം ഇതാണ് ഗൈസ്. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ബോയ്സ് ഇവിടെയാണ്, നമുക്ക് ഇവിടെയാണ് കേട്ടോ. ഗേൾസിന് ഇവിടെയാണ്. നമ്മളിവിടെയാണ് ബാത്റൂം ഉള്ളത്. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മളെ റൂം ഇവിടെയാണ്. നല്ല നല്ല വൃത്തിയുള്ള റൂമാണ്, കുഴപ്പമില്ല. പക്ഷെ ഒരു ബാത്റൂമേ ഉള്ളൂ. നമ്മൾ 16 പേർക്ക് വേണ്ടിട്ട് ഒരൊറ്റ ബാത്റൂമേ ഉള്ളൂ. ഇവനെ മാത്രമാണ് ശല്യം. ഇവനെ ഈ ജയറാം എങ്ങനെയാടാ മുടി അത് കാണിക്കടാ. അതാണല്ലോ ലുക്ക്. സത്യടോ. ഊടംകുടിയിലെ കാള നമ്മുടെ ട്രിവാൻഡ്രത്തെ പശുവാണ്. ഊടംകുടിയിലെ പശു നമ്മുടെ ട്രിവാൻഡ്രത്തെ ചോറും കറിയും കഴിച്ച്. അല്ല എന്തോ കറി ഉണ്ടായിരുന്നു, സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. ചോറും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഈ കേരള ഇതിലെ ഈ പശുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ട്രിവാൻഡ്രത്തിൽ ഈ അഭിഞ്ഞ സാമ്പാർ രാവിലെ വാങ്ങിച്ചത് ഇത്രയ്ക്കും ഇഷ്ടമായ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര നല്ല കോസ്റ്റ്ലി കാളയാണ്, പശുവാണെങ്കിൽ. ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഞാൻ ഇരുമുഖലിന്റെ അടുത്ത വിജയ് ഒരു ഫിലിമിന്റെ ഷൂട്ടിന് വേണ്ടി അഭിനയിക്കാൻ വേണ്ടി പോകുന്നത് വിജയുടെ. അപ്പോൾ എന്നെ പുള്ളി ഡയറക്റ്റ് വിളിച്ചാണ്. അപ്പൊ ഞാൻ പിന്നെ പുള്ളിക്ക് വേണ്ടി മുടി അങ്ങ് വെട്ടാൻ തീരുമാനിച്ചിട്ട് ഫുള്ളം കഴിച്ചില്ല. വിജയുടെ കാര്യമൊക്കെ അറിഞ്ഞില്ലേ? വിജയ കാര്യം അറിഞ്ഞില്ല. പിന്നെ പറയാൻ എന്താ പറയാ, വിജയ് കാണിച്ചത് മോശമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം കത്തി സിനിമ ഒന്നുകൂടെ അതുപോലെ ഇറക്കുകയാണെങ്കിൽ കത്തി തീപ്പരി ഹെയർ സ്റ്റൈൽ പൊളി കേട്ടോ. താങ്ക് യു. എല്ലാരും പറയാറുണ്ട്. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യട്ടാ. തീർച്ചയായും. ഇനി ഇവിടെ ഒരു വരയിട്ടിട്ട് ഇരുമുഖലിലെ പാട്ട് കൂടെ ചെയ്തിരുന്നായിരിക്കും. അതന്നെ നിനക്ക് കണ്ടിട്ട് ഇവിടെ ഇന്ന് നാളെ ദസറയ്ക്ക് നീ ആയിരിക്കും മെയിൻ. ഇരുമുഖലിലെ പാട്ടല്ലേ? ഇരുമുഖലിലെ ഏത് പാട്ട്? ഇരുമുഖലിലെ ഇത് മറ്റേ നമ്മുടെ മോഹൻലാലിന്റെ പാട്ട്. ഇരുമുഖലിലെ മോഹൻലാൽ? ഇരുമുഖലല്ല ചേട്ടൻ ക്ലിയർ അറിയാം. ഇങ്ങോട്ടോ അവന് മുടി വെട്ടിയപ്പോ തലയ്ക്ക് സുഖമുണ്ടായി. നല്ലൊരു ചെറുക്കനായിരുന്നു. നോക്കിയ മണ്ടലി പിടിച്ച കണക്ക് നോക്കിയാണ് ഇവൻ ആരോ എന്തോ പറഞ്ഞു ഇങ്ങനെ വിട്ടിയ സൂപ്പർ ആയിരിക്കുന്നു. അതായത് ചതച്ചതാണ് വെളിപ്പെടുത്തണം. ആരോടാ പറഞ്ഞു നിന്റെ മുടി ഇങ്ങനെ? ദൈവത്തിനാണ്. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് എന്റെ ദൈവത്തിന്റെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവം എന്നെ നേരിട്ട് വന്നു. അപ്പൊ കിട്ടി. ദൈവത്തിനാണ്ടാക്കി കൊടുത്തു. ദൈവത്തിനാ പറഞ്ഞു